ടീച്ചർ സ്റ്റേജിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് പരിചയപ്പെടാം അല്ലേ? കുട്ടികൾക്കൊക്കെ അറിയാം, എൻ്റെ പേര് ശ്രുതി. ഹൈസ്കൂളിലാണ്, മ്യൂസിക്കാണ് പഠിപ്പിക്കുന്നത്. പേരെന്താണ്? ശ്രുതി. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരു മെന്റലിസം. ടീച്ചർക്ക് മലയാളം ഇംഗ്ലീഷ് എല്ലാം വായിക്കാൻ അറിയാലോ അല്ലേ? ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഏത് വിഷയം എടുക്കുന്നത്? മ്യൂസിക്. കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പേപ്പർ കാണിക്കുന്നുണ്ട്, 2 പേപ്പർ. അപ്പോൾ നിങ്ങൾ ഇതിൽ എന്ത് വായിക്കാൻ കിട്ടുന്നുണ്ടോ പറയണ്ട, ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. ഞാൻ കാണിക്കാം. കുറച്ച് നേരത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറിനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ മെന്റൽ സ്റ്റിലൂടെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പെൻ, അതിന്റെ സ്പെല്ലിംഗ് എന്ന് പറയും. പെൻ പെൻ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന പെൻ, PEN. ഓക്കെ, കറക്റ്റാണ്, കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇത് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ? വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? ഇപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ടീച്ചർക്ക് കുറച്ച് നേരത്തേക്ക് ഇംഗ്ലീഷ് വായിക്കാൻ ലേശം ബുദ്ധിമുട്ടായിരിക്കും. വായിക്കോ? എഡക്റ്റാറ്റ. ഓക്കെ, കറക്റ്റ്. ഒരു വാക്ക് കാണിക്കാണ്. ഇത് വായിക്കാൻ കിട്ടുന്നെന്ന് പറയണേ. ഒന്നോട് പറയൂ. എക്യുപ്രിയോസി എന്നാണ് പറയണേ. അപ്പൊ നിങ്ങള് എല്ലാവരും വായിച്ചത് തന്നെയായിരിക്കും അല്ലേ? ആണോ സാറേ? അങ്ങനെ ഒരു വാക്കുണ്ടോന്ന് തന്നെ എനിക്കറിയില്ല. എന്തെങ്കിലും ആട്ടെ. ഓക്കെ, പിടി. അടുത്ത ഒരു വാക്കൂടെ നമുക്ക് നോക്കാം. പക്ഷേ ടീച്ചറെ വായിച്ചോളൂ. ഇതിന് പ്രൊനൗൺസിയേഷൻ ഒന്നുമില്ല. ചെറുതിൽ കാണുന്ന വായിച്ചാൽ മതി. മാഗ്നിറ്റ്യൂനാങ്കയോ? മീനിങ് എന്താ? മീനിങ് പറയും. അറിയില്ല അല്ലേ? മാഗ്നിറ്റ്യൂനാങ്കയോ അങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും വായിച്ചേ? അപ്പോ ഞാന് മെന്റൽസിലൂടെയാണ് ഇത് ചെയ്തെങ്കിലും ഞാൻ പോകാൻ നേരത്തെ പഴയ പോലെ തന്നെ ആക്കണ്ടേ അല്ലേ? വേണ്ടേ? അല്ലെങ്കിൽ ടീച്ചർക്ക് നാളെ ക്ലാസ് എടുക്കേണ്ടതാണ്. മാത്രമല്ല നിങ്ങൾ ഇവിടുന്ന് എന്നെ വിടില്ല. അതുകൊണ്ട് ഏതാണ്ട് പഴയ പോലെ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എഡ്യൂക്കേഷൻ ആണ്. വളരെ കറക്റ്റ്. ഓക്കെ. രണ്ടാമത്തെ വാക്കൊന്ന് വായിക്കാം. എക്സ്പീരിയൻസ് ആണ് രണ്ടാമത്തെ വാക്ക്. മൂന്നാമത്തെ
മെയിൻ്റനൻസ് വളരെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇംഗ്ലീഷ് വായിക്കാനുള്ള കഴിവ് ഞാൻ തിരിച്ചു തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു ടീച്ചർ സ്റ്റേജിൽ വന്ന് ഈ മാജിക്കിനെ സഹായിച്ചതിൽ.